അറബിക്കടലിൽ ചരിഞ്ഞ ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായി മുങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന 24 നാവികരെയും സുരക്ഷിതമായി കരക്കെത്തിച്ചിട്ടുണ്ട്. MSC LC3 എന്ന കപ്പലായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ നിന്ന് എണ്ണ ചോർച്ചയുണ്ടായിട്ടുണ്ടെന്ന് കോസ്റ്റ് ഗാർഡും നാവികസേനയും സ്ഥിരീകരിച്ചു. 643 കണ്ടെയ്നറുകളുമായി വന്ന ലൈബീരിയൻ ചരക്ക് കപ്പലായിരുന്നു ഇന്നലെ ഉച്ചയോടെ ചെരിഞ്ഞത്. 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരവുമായിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷിച്ച് ഇന്ന് ഉച്ചയോടെ നാവികസേനയും തീരദേശ സേനയും കരക്കെത്തിച്ചു. റഷ്യക്കാരനായ ക്യാപ്റ്റൻ, 2 യുക്രൈൻ സ്വദേശികൾ, ഒരു ജോർജിയൻ പൗരൻ, 20 ഫിലിപ്പീൻകാർ എന്നിവരെയാണ് രക്ഷിച്ചത്. ക്യാപ്റ്റനടക്കം 3 പേരെ നാവികസേന ആസ്ഥാനത്തും 21 പേരെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തുമാണ് എത്തിച്ചത്. ആർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. കപ്പൽ ഒന്നിലും ഇടിച്ചു ചെരിഞ്ഞതല്ലെന്ന് പുറത്തിറങ്ങിയ ജീവനക്കാർ പറഞ്ഞു. അപകടമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് വിശദമായി അന്വേഷിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. I could not say exactly what kind of problem exactly, because it will be investigation and company will inform me. Yeah, this is best guys and very professional and good communication was with them. Yes, all healthy, just everybody good. Yes, we are good. ചെറിയ തോതിൽ എണ്ണച്ചോർച്ചയുണ്ടായെന്നും ആശങ്കപ്പെടാനില്ലെന്നും കോസ്റ്റ് ഗാർഡ് DIG ആസിഫ് മെഹ്റോത്ര വ്യക്തമാക്കി. അപകടമുണ്ടായ വിവരം ലഭിച്ചയുടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആദ്യം 21 പേരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തി. ക്യാപ്റ്റൻ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി കപ്പലിൽ തുടരുകയും ചെയ്തു. എന്നാൽ കപ്പൽ മുങ്ങിത്തുടങ്ങിയതോടെ ഇവരെയും നാവികസേനാ കപ്പലായ INS സുജാതയിലേക്ക് മാറ്റുകയായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ അർണിവേഷ് കപ്പലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. കണ്ടെയ്നറുകളും ഇതിലുള്ള അപകടകരമായ വസ്തുക്കളും തീരത്തടിയാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ സക്ഷൻ എന്ന കപ്പൽ ആഴക്കടലിൽ തുടരുകയാണ്. കടൽ മലിനീകരണ സാധ്യതകൾ നിരീക്ഷിക്കാനും തടയാനുമുള്ള സൗകര്യങ്ങളുമായി സജ്ജമാണ് കപ്പൽ. മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യത്തിന് ശേഷം കപ്പലിലുണ്ടായിരുന്ന 24 പേരെയും നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷിച്ചിരിക്കുന്നു. വലിയൊരു രക്ഷാദൗത്യത്തിന്റെ പരിസമാപ്തി. കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്നത് ആശങ്കയുണ്ടാക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ അത് നീക്കം ചെയ്യാനും ഏതെങ്കിലും രാസവസ്തുക്കൾ കടലിലേക്ക് കലരുന്ന സാഹചര്യം ഒഴിവാക്കാനുമുള്ള എല്ലാ നടപടികളും നാവികസേനയും കോസ്റ്റ് ഗാർഡും എല്ലാം തന്നെ ചേർന്ന് എടുത്തിട്ടുമുണ്ട്. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.